അദ്വൈതാചാര്യനായ ശ്രീശങ്കരൻ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയുന്നു: അമ്മേ, അവിടുത്തെ അനവധി സത്സന്താനങ്ങൾക്കിടയിൽ ഞാനൊരു കൊള്ളരുതാത്തവൻ. എന്നാലും പ്രേമമയിയായ അമ്മേ, അവിടുത്തെ കുഞ്ഞായ എന്നെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. കാരണം ഒരു ചീത്ത മകനുണ്ടാവാം, എന്നാൽ ഒരു ചീത്ത അമ്മ ഇതുവരെ ഉണ്ടായിട്ടില്ല. സങ്കടമോചനത്തിനായി ശരണാഗതനായി പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ ഭക്തന്റെ ഹൃദയഭാഷയാണ് അദ്ദേഹം ഈ വരികളിലൂടെ അനാവരണം ചെയ്തത്. ഞാൻ നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും അമ്മയാണ്. ദുരിതത്തിലകപ്പെടുമ്പോൾ എനിക്കൊരമ്മയുണ്ട് എന്ന് സ്വയം പറയുക. ശ്രീരാമകൃഷ്ണദേവന്റെ സഹധർമ്മിണിയായ ശ്രീ ശാരദാദേവിയുടെ ഈ വചനങ്ങൾ മേലുദ്ധരിച്ച ആചാര്യന്റെ വരികളോട് ചേർത്ത് വയ്ക്കുമ്പോൾ മഹാമായയുടെ അനുഗ്രഹഹസ്തങ്ങളെ ദർശിക്കാനാവും. ശ്രീരാമകൃഷ്ണദേവന്റെ സഹധർമ്മിണിയായിരുന്ന ശ്രീ ശാരദാദേവി അദ്ദേഹത്തിന്റെ പത്നിയായതുകൊണ്ട് മാത്രമാണ് ആരാധ്യയായി തീർന്നത് എന്ന് ദേവിയുടെ ജീവചരിത്രത്തിലേക്കും ഉപദേശങ്ങളിലേക്കും വേണ്ടതുപോലെ ശ്രദ്ധ ചെലുത്താത്തവർക്ക് തോന്നിയേക്കാം. ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് തന്നെ ഗൃഹസ്ഥധർമ്മവും സന്യാസധർമ്മവും ഒരുപോലെ നിർവഹിച്ചുകൊണ്ടിരുന്ന ദേവി അക്കാലത്തെ സംസാരതാപതപ്തരായ ഗൃഹസ്ഥന്മാർക്ക് മാത്രമല്ല, സന്യാസിമാർക്കും കൂടി മാർഗദർശനം നൽകിയിരുന്നു. ദേവിയുടെ സതുപദേശങ്ങൾ ശ്രവിക്കാനും ആ മാതൃവാത്സല്യം അനുഭവിക്കുവാനും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. ചിക്കാഗോ മതമഹാസമ്മേളനത്തിലൂടെ സനാതനധർമ്മം വിശ്വവിഖ്യാതമായപ്പോൾ അതിന് നിമിത്തമായി തീർന്ന വിവേകാനന്ദ സ്വാമികളിലൂടെ അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവനെ ലോകം അല്പമെങ്കിലും പരിചയപ്പെടുകയുണ്ടായി. എന്നാൽ ആ പരമാചാര്യന് പോലും ശക്തിയായി നിലകൊണ്ട മാതൃദേവിയുടെ മഹത്വത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണന്റെ അന്തരംഗ ശിഷ്യന്മാർ പോലും വൈകിയാണ് മനസ്സിലാക്കിയതെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. തന്റെ ദിവ്യഭാവത്തെ അകൃത്രിമ മാതൃത്വം കൊണ്ട് മറച്ചു പിടിച്ച് ഒരു സാധാരണക്കാരിയെപ്പോലെ ദേവി ജീവിച്ചു. അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനജന്യമോ ഈശ്വരകൃപാജന്യമോ ആയ ഉൾക്കാഴ്ചയില്ലാത്ത സാധാരണക്കാർക്ക് മാതൃദേവി ഒരു മഹാപുരുഷന്റെ സഹധർമ്മിണി മാത്രമായിരുന്നു. ജനനം മുതലേ ശ്രീ ശാരദാദേവിയുടെ ജീവിതധാരയിലൂടെ പ്രവഹിച്ചിരുന്ന മാതൃഭാവത്തിന്റെ സവിശേഷത പ്രദേശവാസികളെയെല്ലാം ആകർഷിച്ചിരുന്നു. 1853 ഡിസംബർ 22 ജയറാംബാടി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ദരിദ്ര ബ്രാഹ്മണ ദമ്പതികളായ രാമചന്ദ്ര മുഖർജിയുടെയും ശ്യാമസുന്ദരി ദേവിയുടെയും പ്രഥമ സന്താനമായി ശ്രീ ശാരദാദേവി ജനിച്ചു. ദരിദ്രരെങ്കിലും ദൈവിക ഗുണങ്ങളായ സ്നേഹം, ദയ, സത്യസന്ധത, ഈശ്വരഭക്തി എന്നിവയാൽ സമ്പന്നമായിരുന്നു അവരുടെ ജീവിതം. ശാരദാദേവിക്ക് ഒരു സഹോദരിയും 5 സഹോദരന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരിയും 2 സഹോദരന്മാരും അകാല ചരമമടഞ്ഞു. മറ്റു 3 സഹോദരന്മാരും ഗൃഹസ്ഥ ജീവിതം നയിച്ച് വളരെ കാലം ജീവിച്ചു. കുടുംബത്തിലെ ആധ്യാത്മികമായ അന്തരീക്ഷം, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, പുരാണപാരായണം, നാടകങ്ങൾ, കഥാപ്രവചനങ്ങൾ മുതലായവയായുള്ള സാംസ്കാരികമായ ഉണർവുണ്ടാക്കാൻ പര്യാപ്തമായ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലായിരുന്നു ശാരദാദേവിയുടെ ജീവിതം. മനസ്സിനെയും ബുദ്ധിയെയും സംസ്കരിച്ച് ഉന്നതമായ ആദർശങ്ങളെ നിശബ്ദമായി സ്വായത്തമാക്കുവാൻ ആ ഗ്രാമീണ ജീവിതം ശാരദാദേവിയെ ഒട്ടുവളരെ സഹായിച്ചു. ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന തോന്നലില്ലാതിരുന്ന അക്കാലത്ത് ഗ്രാമീണ ബാലികമാർക്ക് അത് ലഭ്യമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. മാത്രമല്ല, പെൺകുട്ടികൾ പഠിച്ചാൽ നോവലുകളും മറ്റും വായിച്ച് സ്വഭാവദൂഷ്യം സമ്പാദിക്കുമെന്ന ധാരണയും നിലനിന്നിരുന്നു. ശാരദാദേവിക്കും പഠിക്കുവാനുള്ള താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സമൂഹത്തിലെ ഇത്തരം സങ്കല്പങ്ങൾ അതിന് തടസ്സമായിരുന്നു. ബാല്യം മുതൽക്കേ ശാന്തത, സ്നേഹം, സരളത എന്നിവയാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി വളർന്ന ദേവി ഉത്സാഹവതിയും ബുദ്ധിമതിയുമായിരുന്നു. ചെയ്യേണ്ട ജോലികളെല്ലാം പൂർണ്ണ മനസ്സാലെ ബുദ്ധിപൂർവ്വം ശ്രദ്ധയോടുകൂടി ചെയ്തിരുന്നതായും ആ പ്രദേശത്തെ പ്രായമായ ജനങ്ങൾ പറയാറുണ്ട്. കൂട്ടുകാരുമായി മത്സരിക്കുകയോ വഴക്കുകൂടുകയോ ചെയ്യുന്ന സ്വഭാവമില്ലായിരുന്നെന്ന് മാത്രമല്ല, വഴക്കുകൂടുന്ന കൂട്ടുകാർക്കിടയിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ അതിസമർത്ഥയുമായിരുന്നു ദേവി. ബാല്യകാലത്ത് തന്നെ മണ്ണുകൊണ്ട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അവയെ പൂജിക്കുന്നതായിരുന്നു ദേവിയുടെ പ്രധാനമായ വിനോദം. ശിശുവായിരിക്കുമ്പോൾ അമ്മാവന്റെ ഒക്കത്തിരുന്ന് അടുത്തുള്ള ഗ്രാമത്തിലെ ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ കൂടിയിരുന്നവരിൽ ആരെയാണ് ദേവി വിവാഹം കഴിക്കുക എന്ന് അമ്മമാർ കളിയായ ദേവിയോട് ചോദിച്ചു. ഉത്സവത്തിനെത്തിച്ചേർന്ന ഗദാധരനെ ദേവി ചൂണ്ടിക്കാട്ടി. ഈശ്വര പ്രേമമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതിരുന്ന ശ്രീരാമകൃഷ്ണൻ തന്നെ നിയതിയുടെ നിശ്ചയമെന്ന പോലെ ദേവിയുടെ ജീവിതത്തിലേക്ക് കടന്നു. ശ്രീരാമകൃഷ്ണൻ ശാരദാദേവിയെ വിവാഹം കഴിക്കുമ്പോൾ ദേവിക്ക് വയസ്സ് 5, ശ്രീരാമകൃഷ്ണന് 23.
ദേവിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് 6 മാസത്തോളം പരസ്പരം ഒരുമിച്ച് താമസിക്കുന്നത്. എന്നാൽ അസാധാരണവും ദിവ്യവുമായിരുന്നു ആ ദാമ്പത്യം. ലൗകിക കാമനകൾ തീണ്ടാത്ത ആത്മീയോത്കർഷം മാത്രം ലക്ഷ്യമാക്കിയ ജീവിതമായിരുന്നു ഇരുവരും ആഗ്രഹിച്ചത്. ശ്രീരാമകൃഷ്ണൻ താൻ കൈവരിച്ച ആത്മീയ നേട്ടങ്ങൾ ശാരദാദേവിക്കും പകർന്നു കൊടുത്തു. പിന്നീട് തീവ്രമായ ആധ്യാത്മിക സാധനകളുമായി ശ്രീരാമകൃഷ്ണൻ ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിൽ പൂജാരിയായി കഴിയുമ്പോഴാണ് തന്റെ 18-ാം വയസ്സിൽ ദേവി ശ്രീരാമകൃഷ്ണനെ തേടിയെത്തുന്നത്. മനോനിലതെറ്റിയ ഒരു ഭ്രാന്തനെ പോലെ തന്റെ ഭർത്താവ് ജീവിക്കുന്നു എന്ന് കേട്ടറിഞ്ഞാണ് നേരിൽ കണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കാൻ ദേവി അവിടെ എത്തിയത്. എന്നാൽ സ്നേഹത്തോടുകൂടി ശ്രീരാമകൃഷ്ണൻ സ്വീകരിച്ചപ്പോൾ ആശങ്കകളെല്ലാം അകന്ന് ദേവി സന്തുഷ്ടിയായി. ദേവിയുടെ വരവിന്റെ ഉദ്ദേശത്തെപ്പറ്റി അല്പം ആശങ്കയോടുകൂടി ശ്രീരാമകൃഷ്ണൻ സംസാരിച്ചു. ഭവതി എന്നെ സംസാരത്തിലേക്ക് വലിച്ചിഴക്കാനാണോ വന്നത്? ഭവതിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് എന്ന്. എന്നാൽ ദേവിയുടെ മറുപടി ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? അങ്ങയുടെ ആത്മീയ പാതയിൽ സഹായിക്കാനാണ് ഞാൻ വന്നത്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദേവി ഇത്രമാത്രം പരിശുദ്ധയായിരുന്നില്ല എങ്കിൽ എന്റെ സംയമം പോകില്ലെന്ന് ആര് കണ്ടു എന്ന്. സാക്ഷാൽ ഭവതാരിണി ദേവിയായിട്ടാണ് ശ്രീ ശാരദാദേവിയെ ശ്രീരാമകൃഷ്ണൻ കണ്ടിരുന്നത്. 1873 ഷോഡശി പൂജയിലൂടെ ആ സങ്കല്പത്തിന്റെ പൂർത്തീകരണവും അദ്ദേഹം നിർവഹിച്ചു. ശാരദാദേവി സ്വയം ദാസ്യഭാവത്തോടു കൂടിയായിരുന്നു ശ്രീരാമകൃഷ്ണനോട് പെരുമാറിയിരുന്നത്. എങ്കിലും തന്റെ മാതൃത്വത്തിലേക്ക് കടക്കാൻ അദ്ദേഹത്തെ പോലും ദേവി അനുവദിച്ചിരുന്നില്ലെന്ന് 1-2 സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാം. ശ്രീരാമകൃഷ്ണൻ തന്റെ ശിഷ്യന്മാരുടെ അധ്യാത്മ സാധനയുടെ പുരോഗതിക്കായി അവരുടെ ഭക്ഷണക്രമവും നിശ്ചയിച്ചിരുന്നു. എന്നാൽ അതിന് വിപരീതമായി അവർക്ക് നിശ്ചയിച്ചിരുന്ന അളവിൽ കൂടുതൽ ഭക്ഷണം യോഗേൻ എന്ന ശിഷ്യന് ദേവി നൽകുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്ത ശ്രീരാമകൃഷ്ണനോട് ദേവി പറഞ്ഞത്, അവൻ 2 ചപ്പാത്തി അധികം കഴിച്ചു എന്ന് വെച്ച് ഒന്നും വരാനില്ല. അവരുടെ ഭാവി ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങ് അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട. അവർ ഭക്ഷണം കഴിച്ചതിന് അവരെ ശകാരിക്കരുത് എന്നായിരുന്നു ശാരദാദേവിയുടെ മറുപടി. ഇത് കേട്ടപ്പോൾ ശ്രീരാമകൃഷ്ണന് ഒട്ടും മുഷിച്ചിലുണ്ടായില്ലെന്ന് മാത്രമല്ല, ദേവി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവല്ലോ എന്ന സന്തോഷമാണ് ഉണ്ടായത്. മറ്റൊരു സംഭവം, ദേവി ദക്ഷിണേശ്വരത്ത് നഹബത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണന് ഉച്ചയ്ക്കും രാത്രിയിലും വേണ്ട ഭക്ഷണം തയ്യാറാക്കി ദേവി തന്നെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുക പതിവായിരുന്നു. ഒരിക്കലൊരു ഭക്ത, അമ്മ അതിങ്ങു തരൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒട്ടും മടികൂടാതെ ഭക്ഷണത്തിന്റെ പാത്രം അവരുടെ കയ്യിൽ കൊടുത്തു. പാത്രം ശ്രീരാമകൃഷ്ണന് മുമ്പിൽ വെച്ച് അവർ പോയി. എന്നാൽ അത് തൊടാൻ പോലും കഴിയാതെ ശ്രീരാമകൃഷ്ണൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ദേവിക്ക് കാര്യം മനസ്സിലായി. ഇത്തവണ എങ്ങനെയെങ്കിലും അത് കഴിക്കാൻ ദേവി ഭഗവാനോട് അപേക്ഷിച്ചു. എന്നാൽ ഇനി ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കില്ലെന്ന് പറയാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. അമ്മ കൈകൂപ്പിക്കൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ, ആരെങ്കിലും അമ്മേ എന്ന് വിളിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് നിരസിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങ് എൻ്റെ മാത്രമല്ലല്ലോ, സകലരുടെയും ഗുരുനാഥനുടെ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഒട്ടും അസന്തുഷ്ടനായില്ല. മാതൃത്വമാണ് തൻ്റെ വാക്കുകൾ പോലും തട്ടിക്കളയാൻ ആ ജഗജ്ജനനിയെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കൊള്ളക്കാരനായ അംജദും ശിഷ്യനായ ശാരദാനന്ദ സ്വാമികളും ഒരുപോലെ തനിക്ക് മകനാണ് എന്ന് പറഞ്ഞ ദേവിക്ക് സർവചരാചരങ്ങളിലും ആത്മദർശനം സാധ്യമായിരുന്നു. മുറ്റം വൃത്തിയാക്കി ചൂല് വലിച്ചെറിഞ്ഞ ഭക്തിയോട് വീണ്ടും അത് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചൂലിനും അർഹമായ സ്ഥാനം നൽകി ആദരിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ പൂച്ചയുടെ തലയിൽ കാൽ വെച്ച് കളിപ്പിക്കുകയായിരുന്ന ഒരു ഭക്തയോട് ശിരസ് ഗുരുസ്ഥാനമാണെന്നും അതിനെ നിന്ദിക്കരുതെന്നും പറഞ്ഞ് പൂച്ചയെ ബന്ധിക്കാൻ ഉപദേശിച്ചു. മാതൃസ്നേഹമെന്ന കേന്ദ്രബിന്ദുവിൽ നിന്നുകൊണ്ട് തൻ്റെ ഭക്തന്മാരെയും ശിഷ്യഗണങ്ങളെയും ശാസിക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും ശാരദാദേവിക്ക് അസാധാരണമായ കഴിവുണ്ടായിരുന്നു. 1898 കൽക്കട്ടയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ആളുകളുടെ ദുരിതം കണ്ട് സഹിക്കാനാവാതെ വിവേകാനന്ദ സ്വാമികൾ ബേലൂർ മഠം വിറ്റിട്ടെങ്കിലും പണം കണ്ടെത്തി ദുരിതാശ്വാസത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എതിർത്തൊന്നും പറയാനാവാതെ സഹോദര സന്യാസിമാർ വിഷമിച്ചു. പരിഹാരം കാണാൻ കഴിയാത്ത വിഷമപ്രശ്നങ്ങൾക്കെല്ലാം ദേവിയുടെ ഇടപെടലിലൂടെ തൃപ്തികരമായ സമാധാനം ലഭിച്ചിരുന്നു. അതിനാൽ അവർ സംഘജന്യയായ മാതൃദേവിയെ തന്നെ ശരണം പ്രാപിച്ചു. ദേവി സ്വാമിജിയോട് പറഞ്ഞു, ബേലൂർ മഠം വിൽക്കാൻ നിനക്കെന്തധികാരം? നീ അത് ഗുരുദേവന് സമർപ്പിച്ചതല്ലേ? സമർപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അത് ഗുരുദേവൻ്റെതാണ്. നിനക്കത് വിൽക്കാൻ സാധ്യമല്ല.
ശാസനാരൂപത്തിൽ ഇത്രയും പറഞ്ഞ ശേഷം ദേവി തുടർന്നു. ബേലൂർ മഠം എന്താ സേവാകാര്യം കൊണ്ട് അവസാനിക്കണോ? ഭഗവാന്റെ എത്ര ജോലിയുണ്ട്? ഭഗവാന്റെ അനന്തഭാവധാര പൃഥിവി മുഴുവൻ വ്യാപിക്കും. യുഗങ്ങൾ തോറും ഈ ഭാവം പ്രചരിക്കും. പ്രാദേശിക തലത്തിൽ ഒതുങ്ങി നിൽക്കാത്ത ദേവിയുടെ ദീർഘവീക്ഷണവും സമർപ്പണത്തിലൂടെ കൈമാറുന്ന ധാർമ്മിക അധികാരത്തെ സംബന്ധിച്ച ചിന്തകളുമെല്ലാം ഗൗരവബുദ്ധിയോടെ മനനം ചെയ്യാൻ പ്രേരണ നൽകുന്നവയാണ്. ഒരിക്കൽ ദേവിയുടെ സഹചാരിയായിരുന്ന ഗോലാത്മ വേലക്കാരിയെ ശാസിക്കുന്നത് കേട്ട് കാര്യമന്വേഷിച്ച് ദേവിയോട് ഗോലാത്മ നീരസത്തോടെ പറഞ്ഞു, അമ്മയോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അമ്മയ്ക്ക് ആരുടെയും തെറ്റ് കാണാൻ കഴിയില്ലല്ലോ എന്ന്. ശാന്തസ്വരത്തിൽ ദേവി പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്ന ആളുകൾക്ക് ഈ ലോകത്തിൽ ഒരു കുറവുമില്ലല്ലോ. ഞാൻ അങ്ങനെ ആയില്ലെന്ന് വെച്ച് ഈ ലോകത്തിന് ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ചാബല്യം നിറഞ്ഞ മനസ്സ്, ഉത്തരവാദിത്വ ബോധം, ധാർമ്മിക ബോധം എന്നീ ന്യായവാദങ്ങളിലൂടെ നിഷേധാത്മക ചിന്തകൾ ഉയർത്തി മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതിരിക്കുവാനുള്ള നമ്മുടെ തീരുമാനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മാതൃദേവി അവസാനമായി ഒരു ഭക്തയ്ക്ക് നൽകിയ ഉപദേശത്തെ നമുക്ക് ഓർമ്മിക്കാം, വീണ്ടും വീണ്ടും ധ്യാനിക്കാം. മനസ്സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കണം. സ്വന്തം കുറ്റങ്ങളും കുറവുകളും കാണുക. ലോകം മുഴുവൻ സ്വന്തമാക്കി തീർക്കുക. ആരും അന്യരല്ല. എൻ്റെ കുട്ടി, ലോകം മുഴുവൻ നിൻ്റേതാണ്.